നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോ നക്ഷത്രവും ഒരുപക്ഷെ ഒരു വലിയ കഥയുടെ ഭാഗമായിരിക്കാം. പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കഥകളിൽ ഒന്നാണത്. ആ കഥയുടെ പേര് ഗാലക്സി. ഒരു ഗാലക്സി എന്നത് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, വാതക മേഘങ്ങൾ, ധൂളി, ഡാർക്ക് മാറ്റർ എന്നിവ ചേർന്ന് ഗുരുത്വാകർഷണത്താൽ ബന്ധിപ്പിക്കപ്പെട്ട വിശാലമായൊരു ഭീമൻ ലോകമാണ്. നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് മിൽക്കി വേ എന്ന ഗാലക്സിയിലാണ്. ശാസ്ത്രജ്ഞർ ഗാലക്സികളെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. സർപ്പിളാകൃതിയിൽ ഭംഗിയായി വിരിഞ്ഞ കൈകളുള്ള ഗാലക്സികളാണ് സ്പൈറൽ ഗാലക്സികൾ. നമ്മുടെ മിൽക്കി വേ ഇതിനുദാഹരണമാണ്. പ്രായം കൂടിയ നക്ഷത്രങ്ങൾ കൂടുതലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സികളാണ് എലിപ്റ്റിക്കൽ ഗാലക്സികൾ. മറ്റൊന്ന് ഇറഗുലർ ഗാലക്സികളാണ്. വ്യക്തമായ രൂപമില്ലാത്ത, പലപ്പോഴും ഗാലക്സികളുടെ കൂട്ടിക്കിടികളിലൂടെ രൂപപ്പെട്ട ഘടനകളാണിവ. ചില ഗാലക്സികളുടെ ഹൃദയത്തിൽ സൂര്യനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് ഭാരമുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ഒളിഞ്ഞിരിക്കുന്നു. ഗാലക്സികളുടെ മധ്യഭാഗത്ത് അതിശക്തമായ ഗുരുത്വാകർഷണ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നതിനാൽ പലപ്പോഴും അവ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ആയിരിക്കും. ചില ഗാലക്സികൾ റേഡിയോ തരംഗങ്ങളും എക്സ്റേകളും പുറപ്പെടുവിക്കുന്നുണ്ട്. ചിലത് ക്വാസാർസ് എന്നറിയപ്പെടുന്ന അതിവിശാല ഊർജ കേന്ദ്രങ്ങളായി മാറുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ഗാലക്സിയും പ്രപഞ്ചത്തിന്റെ 13.8 ബില്യൺ വർഷത്തെ ചരിത്രത്തിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ്. നാം ഒരു ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ആ ഗ്രഹം ഒരു നക്ഷത്രത്തെ ചുറ്റുന്നു. ആ നക്ഷത്രം ഒരു ഗാലക്സിയിലാണ്. ആ ഗാലക്സി പ്രപഞ്ചത്തിലെ മില്യൺ കണക്കിന് ഗാലക്സികളിൽ ഒന്ന് മാത്രം. പ്രപഞ്ചത്തിന്റെ ഈ മഹാസമുദ്രത്തിൽ നമ്മുടെ ലോകം ഒരു ചെറു ദ്വീപ് മാത്രമാണ്.